ഹേ ഗൈസ്, സോ കുറേ നാളായി ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് വല്ലാത്തൊരു വൈറൽ ഫീവർ പിടിച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ പോയി കിടക്കുവാണ്. ഇപ്പോഴും പൂർണ്ണമായിട്ട് റിക്കവർ ഒന്നും ആയിട്ടില്ല. പക്ഷേ കമൻറ്റ് ബോക്സ് മൊത്തം തുരുതുര ഈ ഒരൊറ്റ കമൻറ്റാണ്. എവിടെ ബ്രോ ഇൻഫിനിക്സ് നോട്ട് 50Xൻ്റെ വീഡിയോ എവിടെ? ഇത് ഒരു ഓർഡിനറി ഫോൺ അല്ല എന്ന് എഴുതിയിരിക്കുന്നത് ഇത്തരത്തിലൊരു പെട്ടിയിലാണ് ഇൻഫിനിക്സിൻ്റെ നോട്ട് 50X 5G പ്ലസ് വരുന്നത്. ബോക്സിനകത്ത് നിങ്ങൾക്ക് നൈസ് സ്റ്റീൽ കളറിൽ വരുന്ന ഒരു കേസ് വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ട് ഉള്ളിൽ ഒരു ഗ്രിപ്പുള്ള ഒരു ടൈപ്പും അതേപോലെ പുറത്ത് ഒരു മാറ്റ് ഫിനിഷ് ലെതർ പോലത്തെ ഒരു ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. കൊള്ളാം, നല്ലൊരു കേസ്. കൂടാതെ ബോക്സിനകത്ത് നിങ്ങൾക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് വരുന്നുണ്ട്. ആൻഡ് ഇത് ഒരു സാധാരണ ഫോൺ അല്ല എന്നുള്ള രീതിയിൽ വീണ്ടും കാർഡുകൾ. ആൻഡ് എനിക്കിതാ ഈ ഒരു VIP കാർഡും കൂടി ബോക്സിനകത്ത് നിന്ന് കിട്ടി. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സർവീസിന് വേണ്ടിയിട്ടുള്ളവരുടെ പ്രീമിയം സർവീസിൻ്റെ ഒരു VIP കാർഡാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ 45 വാട്ടിൻ്റെ അവരുടെ ഇൻഫിനിക്സിൻ്റെ ഫാസ്റ്റ് ചാർജറും Type A to Type C കേബിളും കിട്ടുന്നുണ്ട്. പിന്നെ ആ ചെറിയൊരു പാക്കറ്റിനകത്ത് നിങ്ങൾക്ക് സിം ടൂളും കൂടിയാണ് ലഭിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് ബോക്സിനകത്തുള്ളത്. ശരിയാ, ബോക്സിനകത്തുള്ള പ്രധാനപ്പെട്ട സാധനം കാണിച്ചു തന്നില്ല, ഫോണ്. സോ ഇതാണ് ഫോണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇൻഫിനിക്സ് നോട്ട് 40Xൻ്റെ ഡിസൈൻ ഭയങ്കര ഒറിജിനലായിരുന്നു. അതായത് അത്തരത്തിലുള്ള ഡിസൈൻ വേറെ എവിടെയും നമ്മൾ കണ്ട് കാണില്ല. അപ്പോൾ ആ ഒരു ചീത്ത പേര് ഇത്തവണ മാറ്റിയിട്ടുണ്ട്. അവർ സ്വന്തമായിട്ടുള്ള ഒരു പുതിയ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്രീഷിയേറ്റഡ്. ഇതിന് അവർ ജെമ്മ് കട്ട് ഡിസൈൻ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ ഒരു രത്നങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ബാക്ക് സൈഡിൽ വീഗൻ ലെതർ ഫിനിഷാണ്. വീഗൻ ലെതറിൽ തന്നെ അവർ പല പാറ്റേൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഫീൽസ് നൈസ് ഫോർ എ 10,000 rupees ഫോൺ. എന്തായാലും നമ്മൾ സ്ക്വയറിലും സർക്കിളിലും ഒക്കെ ക്യാമറാസ് കണ്ടിട്ടുണ്ട്. പക്ഷേ റെക്ടാങ്കിൾ ഷേപ്പിൽ ഞാനും കുറച്ച് നേരം വണ്ടർ അടിച്ചിരുന്നു ഈ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള എന്ത് ക്യാമറയാണ് എന്ന്. പക്ഷേ ആക്ച്വലി അത് ക്യാമറയല്ല. ഇതിനെ അവർ ആക്റ്റീവ് ഹാലോ ലൈറ്റ് എന്നാണ് പറയുന്നത്. ബേസിക്കലി നമ്മുടെ പഴയ നോട്ടിഫിക്കേഷൻ ലൈറ്റ് തന്നെയാണ്. ഇത് ഒരു വട്ടത്തിൽ ഇങ്ങനെ കറങ്ങി കത്തുന്ന ടൈപ്പ് ലൈറ്റ് തന്നെയാണ്. വീഡിയോ എടുക്കുമ്പോൾ, വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ, നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഈ സെറ്റിങ്സിൽ കാണാൻ പറ്റും. ഇതിനൊക്കെ ഈ ലൈറ്റ് ഇങ്ങനെ ഓണായി കിടക്കുന്ന പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ. ഇതിൻ്റെ ശരിക്കുള്ള കളറിൻ്റെ പേരെന്താ അറിയോ? സീ ബ്രീസ് ബ്ലൂ എന്നാണ് പറയുന്ന ഈ കളറിന്. ഇത് മാത്രമാണ് വീഗൻ ലെതറിൽ. വേറെയും 2 കളേഴ്സ് ഉണ്ട്. അത് മെറ്റാലിക് വേരിയൻറ്റ്, മെറ്റാലിക് ഫിനിഷിലാണ് വരുന്ന. ഒരു എനിക്കൊന്ന് പർപ്പിളും പിന്നെ ഒരു ഗ്രേ കളറും ഉണ്ട്. 195 ഗ്രാം വെയിറ്റ് വരുന്ന ഈ ഫോണ് 7.98 mm മാത്രമാണ് തിക്നെസ്. സോ അത്യാവശ്യം കയ്യിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുഴപ്പമില്ലാത്ത നല്ല ബോക്സി ഡിസൈനിൽ വന്നിരിക്കുന്നതാണ്. സൈഡിലായിട്ട് നിങ്ങൾക്ക് സിം സ്ലോട്ട് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഹൈബ്രിഡ് സിമ്മാണ്. 2 നാനോ സിം അല്ലെങ്കിൽ 1 നാനോ സിമ്മും ഒരു മൈക്രോ SD കാർഡ് ഇടാനായിട്ട് പറ്റുന്ന ഓപ്ഷൻ. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. IP64 റേറ്റഡ് ആണ്. പിന്നെ അതേപോലെ അവർ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ബട്ട് അഗെയിൻ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അവിടെ ഇരുന്നോട്ടെ, ലെറ്റ് ഇറ്റ് ബി, എത്ര ഉള്ളൂ. താഴെ മുകളിൽ റൗണ്ട് ഡോട്ടഡ് പോലെയുള്ള നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സൈഡിലായിട്ട് നിങ്ങൾക്ക് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും ഉണ്ട്. പവർ ബട്ടൺ തന്നെയാണ് നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് അത്യാവശ്യം ഫാസ്റ്റ് ആണ്. ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്കൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഡിവൈസിന് 10,000 rupeesൻ്റെ പ്രൈസ് ആണെങ്കിൽ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ചിപ്സെറ്റ് MediaTek Dimensity 7300 അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഈ ഒരു ചിപ്സെറ്റ് വെച്ച് വരുന്ന ആദ്യത്തെ ഫോണാണ് ഇത്. ഈ 222 സ്കോർ റൺ ചെയ്തൊക്കെ ഇപ്പോൾ ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ 222 സ്കോർ ലഭിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും പല ഫോണുകളും 16-20K റേഞ്ചിൽ വരെയും ഇപ്പോഴും 5 lakhൻ്റെ 222 സ്കോർ തരുന്ന പ്രോസസ്സർ യൂസ് ചെയ്യുന്ന കമ്പയർ ചെയ്യുമ്പോൾ 4-10K പ്രൈസ് പോയിന്റ് ഈ ഒരു 222 സ്കോർ ഇസ് നൈസ്. ഞാൻ ഇതിൽ ആസ്ഫാൾട്ട് കളിച്ചു നോക്കി, കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു നോക്കി. ഫൈൻ ഗെയിമിങ്ങിനൊന്നും അങ്ങനെ മീൻസ് നോർമലി നമ്മളൊരു 10,000 rupeesൻ്റെ ഫോണിൽ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് തന്നെ ഈ ഗെയിംസ് എല്ലാം ഇതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വരുന്നത് LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജുമാണ്. 6GB 128ഉം 8GB 128 സ്റ്റോറേജ് വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ബട്ട് ഒരു കാര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇത്തവണ ബോക്സിൽ എഴുതിയിട്ടുണ്ട് 6GB + 128 എന്ന്. നോർമലി ഇൻഫിനിക്സ് കാണിച്ചിരുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു MEM ഫ്യൂഷൻ അഥവാ എക്സ്റ്റെൻഡഡ് റാം ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 6GBയുടെ നോർമൽ റാം ആണെങ്കിൽ 6GB വരെ സ്റ്റോറേജ് ആക്കാൻ പറ്റുന്ന എക്സ്റ്റെൻഡഡ് റാം ഇല്ലേ, ഇവർ ബോക്സിനകത്ത് 6GB എഴുതുന്നതിന് പകരം 12GB എഴുതും. 12GB ഇട്ടിട്ടൊരു സ്റ്റാർ ഇട്ടിട്ട് 120GB. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും 12GBയുടെ റാം ഇതിനകത്ത് ഉണ്ടെന്ന്, വിച്ച് ഈസ് നോട്ട് ടെക്നിക്കലി കറക്റ്റ്. ഇപ്പോൾ ഇത് നമ്മൾ 2 പ്രാവശ്യം വീഡിയോയിലെടുത്ത് പറഞ്ഞിട്ടുണ്ടായി. ആൻഡ് ഫൈനലി താങ്ക്സ്, ഈ ഒരു കാര്യം മാറ്റിയിട്ടുണ്ട്. എത്രയാണോ ആക്ച്വൽ റാം അത് തന്നെയാണ് ഇതേക്കുന്നത്. സോ 6GB റാം ആൻഡ് 8GB റാം. കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ 90 FPS കളിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. BGMI I think 60 FPS മാത്രം കളിക്കാനായിട്ട് പറ്റുന്നത്. ബട്ട് ഓവറോൾ ഗെയിംസ് നിങ്ങൾ കളിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഹീറ്റിംഗ് ആ ഒരു ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ചെയ്തില്ല. അത്യാവശ്യം നല്ല ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. ബട്ട് ബാറ്ററി ഇതിനകത്ത് അവർ 5500 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഈസ് വേ ഗുഡ്. ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലപോലെ തന്നെ.
45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും തന്നിട്ടുണ്ട്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ്ങിൽ ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ 45 വാട്ടിൻ്റെ കൂടെ തന്നിരിക്കുന്ന ഫാസ്റ്റ് ചാർജറിൽ ആ ചാർജർ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ ഒരു PD ചാർജർ ഉണ്ട്. ഇപ്പോൾ സപ്പോസ് മോട്ടറോളയുടെയോ CMFൻ്റെയോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഏതെങ്കിലും PD ചാർജറില്ലേ C2C, അത് കുത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലോക്ക് സ്ക്രീൻ്റെ അകത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്ത് ടൈപ്പ് ചാർജിങ് ആണ്, ഫാസ്റ്റ് ആണോ സ്ലോ ആണോ എന്നൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വിച്ച് ഈസ് നൈസ്. ഈവൻ ഇതിൻ്റെ ചാർജർ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഫാസ്റ്റ് ചാർജിങ് കിട്ടും. എന്തായാലും പറഞ്ഞ പോലെ 5500 mAh ബാറ്ററി ആണെങ്കിലും നല്ലപോലെ ബാറ്ററി ബാക്കപ്പ് നിൽക്കാനുള്ള വേറൊരു കാരണമാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ വിട്ടുവീഴ്ചയും. അത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം വലിപ്പമുള്ള 120 Hz ഡിസ്പ്ലേ ആണെങ്കിലും ഇത് ഒരു LCD ഡിസ്പ്ലേ ആണ്. ഇത് ഒരു 720p ഡിസ്പ്ലേ ആണ്. സോ അത്ര ഭയങ്കര പഞ്ചി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഈവൻ ഇതിൻ്റെ ബ്രൈറ്റ്നസ് നോക്കുവാണെങ്കിൽ ഏകദേശം 560 nitsൻ്റെ ഒക്കെ ബ്രൈറ്റ്നസ് ആണുള്ളത്. സോ ഇൻഡോർ യൂസിനൊന്നും കുഴപ്പമില്ല, ബട്ട് ഡയറക്റ്റ് ഔട്ട്ഡോർസിൽ സൺലൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വിസിബിലിറ്റി തീരെ കുറവാണ്. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മാത്രം ഇൻഡോർസിൽ പ്രശ്നമൊന്നുമില്ല. മൾട്ടിമീഡിയ കൺസ്യൂം ചെയ്യുമ്പോൾ കാര്യമായിട്ട് നമുക്ക് അത്ര വ്യത്യാസങ്ങളൊന്നും തോന്നില്ലെങ്കിലും ഔട്ട്ഡോർ കണ്ടീഷൻസിലാണ് നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാൻ പോകുന്നത്. പ്ലസ് 1080p അഥവാ ഫുൾ HD+ അല്ല, HD+ ഡിസ്പ്ലേ ആണ് എന്നുള്ളതും കൂടി ഓർക്കണം. ബട്ട് അതിന് പഞ്ച് ഹോൾ കിട്ടുന്നുണ്ട്, അത് ഒരു നല്ല കാര്യം. അതിന് അത്യാവശ്യം തിക്കായിട്ടുള്ള ബെസൽസ് ആണ് വരുന്നത്. 3 സൈഡിലും താഴെ അത്യാവശ്യം തിക്കായിട്ടുള്ള ചിഹ്നം കിട്ടുന്നുണ്ട്. ഡിവൈസ് ഔട്ട് ഓഫ് ദ ബോക്സ് പവർ ചെയ്തിരിക്കുന്നത് XOS 15 ആൻഡ്രോയിഡ് 15 ബേസ് ചെയ്തിട്ടുള്ള പുതിയ XOSലാണ്. പൊതുവേ ആൻഡ്രോയിഡ് 15 ഞാൻ കണ്ടുവന്നൊരു കാര്യമാണ്, എല്ലാ ഫോണുകളുടെയും UI കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. അത് എന്താണെന്നറിയില്ല, ആൻഡ്രോയിഡ് 15ൻ്റെ ഗുണമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ഒക്കെ ടിപ്പിക്കൽ ഇൻഫിനിക്സ് ഫോൺ പോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ S40X നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. 40X സോഫ്റ്റ്വെയർ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഹാസ് ഇംപ്രൂവ്ഡ്. പിന്നെ അവരുടെ ഡൈനാമിക് ബാർ, അതെ ഡൈനാമിക് ആയതിൻ്റെ മറ്റേ ഡൈനാമിക് ബാർ പരിപാടിയുണ്ട്. ഫേസ് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് വരിക, കോൾ വരുമ്പോൾ വരിക, റെക്കോർഡ് ചെയ്യുമ്പോൾ ടൈമർ വെക്കുമ്പോൾ ഒക്കെ അവിടെ ഇങ്ങനെ ലൈവായിട്ട് കാണിക്കുന്ന ആ പരിപാടിയുണ്ട്. ഇനി നമുക്ക് ഈ ഡിവൈസിൻ്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ക്യാമറ സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. 50 മെഗാപിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആദ്യം ബാക്ക് കണ്ടപ്പോഴത്തേക്ക് 4 ക്യാമറയുണ്ട്. അതുകൊണ്ട് പിന്നെ മനസ്സിലായി ഇത് ലൈറ്റ് ആണല്ലോ, പിന്നെ 3 ക്യാമറയും കൂടെ ബാക്കിയുണ്ട്. പിന്നെ 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് എന്താ പരിപാടി എന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, പ്രൈമറി 50 MP ക്യാമറയാണ് ഈ കാണുന്ന ഫോട്ടോസ് എല്ലാം എടുത്തേക്കുന്നത്. അതിൽ മാത്രമേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നുള്ള രണ്ടാമത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ പോർട്രേറ്റ് ഒരു ഡെപ്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല, ബട്ട് അതിനെന്തിനോ സഹായിക്കുന്ന ക്യാമറയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. മൂന്നാമത്തെ ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഫോട്ടോവേ എടുക്കാൻ പറ്റില്ല, കാരണം അത് ക്യാമറ അല്ല, ഇത് ഒരു IR ബ്ലാസ്റ്ററാണ്. എന്തിനാണ് ഇവരിപ്പോൾ ഈ ക്യാമറയുടെ അവിടെ കൊണ്ട് IR ബ്ലാസ്റ്റർ വയ്ക്കുന്നത് ഒരു പിടിയുമില്ല. എന്തായാലും IR ബ്ലാസ്റ്ററാണ് ആ കൊടുത്തിരിക്കുന്നത്. സോ 2 ക്യാമറാസ്, ടെക്നിക്കലി ഒരു ക്യാമറയാണ് നിങ്ങൾക്ക് ഇതിനകത്തുള്ളത്. ഒരു ക്യാമറയെ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഈ പ്രൈസിൽ 4K വീഡിയോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. യെസ്, ബാക്കിൽ 4Kയിൽ ഇത്തരത്തിലുള്ള വീഡിയോ ഔട്ട്പുട്ടുകൾ നിങ്ങൾക്ക് 10,000 റുപ്പീസിൻ്റെ ഫോണിൽ നിന്ന് എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് കുറച്ച് കൂടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. സെൽഫി സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ആൻഡ് സെൽഫി വീഡിയോസ് നിങ്ങൾക്ക് 2K 30 FPS, 4K അല്ല, ബട്ട് 1080p മുകളിൽ 2K 30 FPS വീഡിയോസ് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ക്യാമറയുടെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറയിൽ ഈ ലാസ്റ്റിൽ കാണുന്ന 3 വരെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ AIGC പോർട്രേറ്റ് കാണും. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റൈൽ എന്തെങ്കിലും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഒരു സ്റ്റൈൽ നിങ്ങളിത് ഈ കാണുന്നതിന്ന് സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ആളെ പോയിൻ്റ് ചെയ്തിട്ട് ഫോട്ടോ കഴിഞ്ഞിട്ട് 4 ഫോട്ടോകൾ എടുക്കും. അപ്പം തന്നെ അതൊരു അവതാറായിട്ട് മാറ്റിത്തരും. അതിന് അത്യാവശ്യം കൊള്ളാട്ടോ കാണും. ബട്ട് ഇതിന് ഇൻ്റർനെറ്റ് വേണം. ബട്ട് സ്റ്റിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്താണ് ഇത് ചെയ്യുന്നതെന്നുള്ള തോന്നാനുള്ളൊരു ഗ്യാപ്പ് തരാതെ പെട്ടെന്ന് സാധനം പ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഔട്ട്പുട്ട് ഇസ് ഓൾസോ ഗുഡ്. സോ ഇത്തരത്തിലുള്ളൊരു ഫൺ മോഡ് ഉണ്ട്. എന്നാലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. സാമ്പിൾസ് കേട്ട് നോക്കാം. AI പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ യെസ്, സർക്കിൾ ടു സെർച്ച് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഈ ഒരു ഫോണിന് വരെ എത്തിപ്പെട്ടിട്ടുണ്ട്. സർക്കിൾ ടു സെർച്ച് ഉണ്ട്. ഗൂഗിൾ ജെമിനൈക്ക് പകരം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ സാധനമാണ്. ദിസ് ഈസ് ഫോളാക്സ്. ഇവരുടെ ഇൻഫിനിക്സിൻ്റെ സ്വന്തം അസിസ്റ്റൻ്റാണ് ഫോളാക്സ്. പിന്നെ റൈറ്റിംഗ് അസിസ്റ്റന്റ്, AI നോട്ട്സ്, കോൾ അസിസ്റ്റന്റ്, ഇത്തരത്തിലുള്ള AI പരിപാടികളൊക്കെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.4 വെർഷനാണ്. Wi-Fi 6 ഇതിനകത്തുണ്ട്.
ബട്ട് ബീങ് എ ബഡ്ജറ്റ് ഫോൺ ഒരു ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്, കൊടുക്കാമായിരുന്നു, കൊടുത്തിട്ടില്ല. ഇതെല്ലാം ഉള്ള ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 11,499 എന്തോ ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു 1,000 റുപ്പീസിൻ്റെ ബാങ്ക് ഡിസ്കൗണ്ട് എന്തോ ഉണ്ട്. അതിന് 10,499 എഫക്റ്റീവ് പ്രൈസിൽ ഈ ഫോൺ കിട്ടുന്നുണ്ട്. ബട്ട് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഡിസ്പ്ലേയുടെ ചെറിയൊരു വിട്ടുവീഴ്ച നിങ്ങൾ മാറ്റി വയ്ക്കുവാണെങ്കിൽ മൊത്തത്തിൽ ഓവറോൾ ഒരു നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇത്. ഒരു വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് വെറുതെ എല്ലാ ആൾക്കാരും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്രത്തോളം ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് വീഡിയോ ചെയ്യും ബ്രോ എന്ന് പറഞ്ഞ് ഡിമാൻഡ് കൊടുത്തിരിക്കുന്നതും. എന്തായാലും കൊള്ളാം. സോ നിങ്ങളിപ്പോൾ മേടിക്കാൻ പ്ലാൻ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് കുറ്റം മോശം പറയാനായിട്ട് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ. സൗണ്ട് കുറവായിരുന്നെങ്കിൽ ക്ഷമിക്കാം. വയ്യായ്ക മുഴുവനായിട്ട് മാറിയിട്ടില്ല, മാറി വരുന്നേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.